ഹലോ എവരി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് IR ബേസ് ചെയ്തിട്ടുള്ള. അപ്പം നമ്മളുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ കൺസെപ്റ്റുകൾ വെച്ചിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഇതിൽ പറയുന്നത്. ഇനി ആകെ കുറച്ച് ദിവസങ്ങളാണുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. അതിനോടൊപ്പം ഈ ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം അത്ര കോമ്പറ്റീഷൻ ലെവലുള്ള ഒരു എക്സാമാണ്. നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോ അത്രയും നമുക്ക് എക്സാം എളുപ്പമായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് ക്ലാസ് കേൾക്കുക. നമ്മളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, വിച്ച് ഓഫ് ദീസ് ഈസ് വൺ ഓഫ് ദ ലിബറൽ തിങ്കേഴ്സ് ഇൻ IR? തോമസ് ഹോബ്സ്, മാക്കിയവലി, റോബർട്ട് കിയോഹാനെ ആൻഡ് തൂസിഡൈറ്റ്സ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ? റോബർട്ട് കിയോഹാനെ. നമ്മൾ റോബർട്ട് കിയോഹാനെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ പറയുന്നത്? റോബർട്ട് കിയോഹാനെ ആണ് ഈ ഓപ്ഷൻസിൽ IR ഒരു ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് തിങ്കറായിട്ട് പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ തന്നെ റിയലിസം റിലേറ്റ് ചെയ്തിട്ടുള്ള തിങ്കേഴ്സാണ്. റോബർട്ട് കിയോഹാനെ ലീഡ് ചെയ്യുന്നത് ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസ്റ്റ് തിങ്കറാണ് IR. അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള നിയോ ലിബറൽ ഇൻസ്റ്റിറ്റ്യൂഷണലിസവും കോംപ്ലക്സ് ഇൻ്റർ ഡിപ്പെൻഡൻസും ഫേമസ് ആണ്. കോംപ്ലക്സ് ഇൻ്റർ ഡിപ്പെൻഡൻസിൽ നമ്മൾ 2 പേരെ പഠിച്ചിട്ടുണ്ട്. ആരൊക്കെയാ? ഒന്ന് റോബർട്ട് കിയോഹാനെയും മറ്റൊരാൾ ഏതാ? ജോസഫ് നയ്യം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള തിങ്കേഴ്സ് എന്തൊക്കെയാ? തോമസ് ഹോബ്സ് എന്ന് പറഞ്ഞ ഒരു ക്ലാസിക്കൽ റിയലിസ്റ്റ് തിങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ബുക്ക് ഫേമസ് ആണ്, ലിവേദൻ. അദ്ദേഹം സ്റ്റേറ്റ് ഓഫ് നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? നാസ്റ്റി, ബ്രൂട്ടിഷ് ആൻഡ് ഷോർട്ടർ. അദ്ദേഹം IR ഒരു റിയലിസത്തിൻ്റെ ഇൻഫ്ലുവൻസറാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്കിയവലിയും ലിബറൽ അല്ലേ? മാക്കിയവലിൻ്റെ ഏതാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക് ഫേമസ് ആയിട്ടുള്ളത്? ദ പ്രിൻസ് 1532. അദ്ദേഹം ഒരു റിയലിസ്റ്റ് തിങ്കറാണ്. അദ്ദേഹം എംഫസൈസ് ചെയ്യുന്നതും പവർ പൊളിറ്റിക്സും നാഷണൽ ഇൻട്രസ്റ്റും പവറിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം ഇതൊക്കെയാണ് അദ്ദേഹവും പറയുന്നത്. ഇനി അടുത്ത ആൾ ഏതാ? തൂസിഡൈറ്റ്സ് എന്ന് പറയുന്നത് ലിബറലാണോ? അല്ല. അദ്ദേഹവും ഒരു ഏർലി റിയലിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഏൻഷ്യൻ്റ് ഗ്രീക്ക് ഹിസ്റ്റോറിയനാണ്. പെലോപ്പനീഷ്യൻ വാറിലെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നതും പവർ പൊളിറ്റിക്സും സെക്യൂരിറ്റി ഡിലെമ്മ. ബാക്കിയുള്ള തിങ്കേഴ്സ് എല്ലാവരും റിയലിസം റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ഓപ്ഷനിലുള്ള ഏതാണ് തിങ്കർ വരുന്നത്? റോബർട്ട് കിയോഹാനെ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ദി കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ സെക്യൂരിറ്റി ഇൻ IR? ഏതാ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെ ഓപ്ഷൻസിൽ നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് റിയലിസം ഇൻ IR ഈസ് കൺസേൺഡ് മോർ അബൌട്ട് ഹ്യൂമൻ സെക്യൂരിറ്റി ദാൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി. Second, the UNDP Human Development Report 1994 coined the term human security. Third, the core theme of human security is that securing state is not same as securing individualism. Last, its end goal is the protection of people from traditional and non-traditional threats such as poverty, hunger, disease, etc. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹ്യൂമൻ സെക്യൂരിറ്റി IR എന്ന കൺസെപ്റ്റിൽ ഇതിൽ പറയുന്നത് കറക്റ്റ് അല്ലാത്തത് ഏതാ? ഫസ്റ്റ് ഓപ്ഷൻ ആണല്ലേ. റിയലിസം ഇൻ IR ഈസ് കൺസേൺഡ് മോർ അബൌട്ട് ദി ഹ്യൂമൻ സെക്യൂരിറ്റി ദാൻ സ്റ്റേറ്റ് സെക്യൂരിറ്റി. അത് കറക്റ്റ് ആണോ? ഒരിക്കലും അല്ല. റിയലിസം എന്തിനെയാണ് കൺസേൺ ചെയ്യുന്നത്? സ്റ്റേറ്റ് സെക്യൂരിറ്റിനെയാണ്. ഒരിക്കലും ഹ്യൂമൻ സെക്യൂരിറ്റിനെ അല്ല കൺസേൺ ചെയ്യുന്നത്. നമ്മുടെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ദ UNDP ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് 1994 കോയിൻ ചെയ്യുന്ന ടേം ഹ്യൂമൻ സെക്യൂരിറ്റി. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കോർ തീം ഓഫ് ഹ്യൂമൻ സെക്യൂരിറ്റി ഈസ് ദാറ്റ് സെക്യൂറിങ് സ്റ്റേറ്റ് ഈസ് നോട്ട് സെയിം ആസ് സെക്യൂറിങ് ഇൻഡിവിജ്വൽസ്. കറക്റ്റ് അല്ലേ? ഇതൊക്കെ ഹ്യൂമൻ സെക്യൂരിറ്റിനെ റിലേറ്റ് ചെയ്തുകൊണ്ടല്ലേ. ലാസ്റ്റത്തെ എന്ന് പറയുന്നത് ട്രഡീഷണലും നോൺ ട്രഡീഷണൽ ത്രെറ്റ്സും ആണ്. ട്രഡീഷണൽ ത്രെറ്റ്സ്, ഹ്യൂമൻ സെക്യൂരിറ്റി അഡ്രസ്സ് ചെയ്യുന്ന ട്രഡീഷണൽ ത്രെറ്റ്സ് ഏതൊക്കെയാണ്? വാറ്, വയലൻസ്. നോൺ ട്രഡീഷണൽ ത്രെറ്റ്സ് ഏതൊക്കെയാണ്? ഇക്കോണമിക് ക്രൈസിസും ഡിസീസും എൻവിറോൺമെൻറ്റൽ ഡീഗ്രഡേഷനും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാളത്തെ ഫോളോയിങ് ആണ്. കൺസെപ്റ്റ് ഇൻ IRും തിങ്കറും. ഇതിലെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്താ? സോഫ്റ്റ് പവർ ഡിസ്കസ് ചെയ്യുന്ന തിങ്കർ ഏതാണ്? ഡേവിഡ് മിത്രാനിയാണ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാ? ജോസഫ് എസ് നയ്യ. അദ്ദേഹമാണ് സോഫ്റ്റ് പവർ എന്ന ടേം കോയിൻ ചെയ്തത്. സോഫ്റ്റ് പവർ എന്ന് വെച്ചാൽ എന്താ? ദ എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് ത്രൂ അട്രാക്ഷൻ ലൈക്ക് കൾച്ചർ, വാല്യൂസ്, ഡിപ്ലോമസി റാദർ ദാൻ കൊയേഷനിലൂടെ അല്ലാണ്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്തിലൊക്കെ കൂടെ? കൾച്ചറും വാല്യൂസും ഡിപ്ലോമസിയിലൂടെയും. ഇതാണ് സോഫ്റ്റ് പവർ എന്ന് പറയുന്ന ടേം. അടുത്തത് ജസ്റ്റ് വാർ ഡോക്ട്രിൻ. ജസ്റ്റ് വാർ ഡോക്ട്രിൻ എന്ന് പറയുന്നത്
ഏത് തിങ്കറാണ് ജസ്റ്റ് വാർ ഡോക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്തത്? ഹ്യൂഗോ ഗ്രോട്ടിയസ്. ഹ്യൂഗോ ഗ്രോട്ടിയസ് അല്ലേ കറക്റ്റ് ഓപ്ഷൻ? അപ്പോൾ ഹ്യൂഗോ ഗ്രോട്ടിയസ് ആരാണ്? ഒരു ഡച്ച് ജൂറിസ്റ്റാണ്. അദ്ദേഹം ഡെവലപ്പ് ചെയ്തതാണ് ജസ്റ്റ് വാർ ഡോക്ടറിന്. അദ്ദേഹം ഫോക്കസ് ചെയ്യുന്ന എന്താ? മോറൽ ആൻഡ് ലീഗൽ പ്രിൻസിപ്പിൾസ് ആണ്, വാറിനെയും പീസിനെയും ഗവേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തെന്ന് പറയുന്നത് കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ്. കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് ഏത് തിങ്കറാണ് പറയുന്നത്? നമ്മൾ അത് പറഞ്ഞാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് ലിബറൽ തിങ്കർ ആരാന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഓൾറെഡി. കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് തിയറി പറഞ്ഞത് ആരാ? റോബർട്ട് കിയോഹാനെ ആൻഡ് ജോസഫ് എസ് നയ്യർ. ഇവർ രണ്ടുപേരും കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് എന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പവർ ആൻഡ് ഇന്റർഡിപെൻഡൻസ് 1977 ഇവർ രണ്ടുപേരും ആ ടൈമിൽ ഡിസ്കസ് ചെയ്തത്. കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആരത്? ലിബറൽ തിങ്കറായിട്ടുള്ള റോബർട്ട് കിയോഹാനെ ആൻഡ് ജോസഫ് എസ് നയ്യർ. ഇതൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റോബർട്ട് കിയോഹാനെയും ജോസഫ് എസ് നയ്യറും കോംപ്ലക്സ് ഇന്റർഡിപെൻഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തിലാണ്? പവർ ആൻഡ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് 1977. ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? മ്യൂച്വൽ ഡിപ്പെൻഡൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ത്രൂ ട്രേഡും ഇൻസ്റ്റിറ്റ്യൂഷനും കമ്മ്യൂണിക്കേഷനും. സ്റ്റേറ്റുകൾ തമ്മിലുള്ള ഒരു മ്യൂച്വൽ ഡിപ്പെൻഡൻസിനെയാണ് പറയുന്നത്. എന്തിലൂടെ? ട്രേഡും ഇൻസ്റ്റിറ്റ്യൂഷനും കമ്മ്യൂണിക്കേഷനിലൂടെ. നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഫങ്ഷണൽ ഇൻറ്റിഗ്രേഷൻ. ഇതാരാ പറഞ്ഞത്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയാമല്ലോ. നമുക്ക് എങ്ങനെയാണെങ്കിലും അതൊരു 50-50 വെച്ചിട്ട് നോക്കിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ ഇൻറ്റിഗ്രേഷൻ ഡേവിഡ് മിത്രാനിയാണ് ഫങ്ഷണലിസത്തിൻ്റെ പ്രൊപ്പോണൻറ്റ്. എംഫസൈസ് ചെയ്യുന്നത് എന്താ? കോഓപ്പറേഷൻ ത്രൂ ഫങ്ഷണൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു ഫങ്ഷണലിനെയാണ് അദ്ദേഹം ഒരു കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫങ്ഷണലിലൂടെ പൊളിറ്റിക്സ് പരമായിട്ട് കാര്യങ്ങളിലല്ലാണ്ട് നമ്മൾ പീസിനെ കണ്ടുപിടിക്കുന്നത് ഒരു സമാധാനപരമായിട്ട് ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എംഫസൈസ് ചെയ്യാം എന്നാണ് ഹ്യൂഗോ ഗ്രോട്ടിയസ് ഫങ്ഷണൽ ഇൻറ്റിഗ്രേഷനിലൂടെ പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറൽ വിത്ത് കൺട്രി. അത് നമ്മൾ ആ ലിസ്റ്റ് അതേപടി പഠിക്കണമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് നോക്കിയവർക്ക് സുഖമായിട്ട് ഇത് എളുപ്പമായിരിക്കും ചെയ്യാൻ. എന്താ? ലിസ്റ്റ് 1 UN സെക്രട്ടറി ജനറൽ ട്രിഗേലായി, ഡാഗ് ഹാംസർജുക്കോൾഡ്, അന്റോണിയോ ഗുട്ടറസ്, ബോട്രസ് ഗാലി. ലിസ്റ്റ് 2 കൺട്രി ആയിട്ട് സ്വീഡൻ, നോർവേ, ഈജിപ്റ്റ്, പോർച്ചുഗൽ. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രിഗേലായി എവിടുത്തെയാ? നോർവേ. ഡാഗ് ഹാംസർജുക്കോൾഡ് സ്വീഡൻ, അന്റോണിയോ ഗുട്ടറസ് പോർച്ചുഗൽ, ബോട്രസ് ഗാലി ഈജിപ്റ്റ്. അടുത്തത് ഹൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വക്കേറ്റ് ഓഫ് ദ ലീഗൽ തിയറി ഓഫ് സോവറിറ്റി? ആരാണ് ലീഗൽ തിയറി ഓഫ് സോവറിറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് അഡ്വക്കേറ്റ്? ആരാ? ജിയാൻ ബോർഡിന് ഡെവലപ്പ് ചെയ്തത് ലീഗൽ തിയറി ഓഫ് സോവറിറ്റി 16th സെഞ്ച്വറിയിൽ. അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്ന സോവറിറ്റിനെ അബ്സലൂട്ടും പെർപ്പച്വൽ പവറും ആണ് സ്റ്റേറ്റിൻ്റെ എന്നാണ് അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തത്. മറ്റ് തിങ്കേഴ്സ് ഓപ്ഷൻസിൽ ആയിരിക്കാം ഹോബ്സ്, ഓസ്റ്റിൻ, ബെന്താം. ഹോബ്സ് എന്ത് റിലേറ്റഡ് ആണ്? പൊളിറ്റിക്കൽ ഓർ അബ്സലൂട്ടിസ്റ്റ് തിയറി ഓഫ് സോവറിറ്റി. ഓസ്റ്റിനോ? അനലിറ്റിക്കൽ തിയറി. സോവറിറ്റി എന്ന് പറയുന്നത് കമാൻഡ് ആണെന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ബെന്താം യൂട്ടിലിറ്റേറിയനിസം, നോട്ട് സോവറിറ്റി തിയറി. അദ്ദേഹം ഒരു സോവറിറ്റി തിയറിയിൽ പറയുന്നില്ല, അദ്ദേഹം യൂട്ടിലിറ്റേറിയനിസം ആണ്, യൂട്ടിലിറ്റേറിയൻ തിങ്കറാണ് ബെന്താം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം in 1990s were carried out by IMF and World Bank as per the ആൻസർ. എന്താ വരുന്നത്? വാഷിങ്ടൺ കൺസെൻസസ് ആണ് ആൻസർ വരുന്നത്. വാഷിങ്ടൺ കൺസെൻസസ് ഔട്ട്ലൈൻ ചെയ്യുന്നത് ന്യൂ ലിബറൽ ഇക്കോണമിക് റിഫോംസ് ആയിട്ടുള്ള പ്രൈവറ്റൈസേഷനെയും ഡീറെഗുലേഷനെയും ട്രേഡ് ലിബറലൈസേഷനെയും ഫിസിക്കൽ ഡിസിപ്ലിനെയാണ്. IMF ആൻഡ് വേൾഡ് ബാങ്ക് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. അതെന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡെവലപ്പിംഗ് കൺട്രീസ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ 1990s വാഷിങ്ടൺ കൺസെൻസസ് പ്രകാരമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയത്? സ്വകാര്യവൽക്കരണവും വിപണി സ്വാതന്ത്ര്യവും സർക്കാരിൻ്റെ ചെലവ് നിയന്ത്രണവും മുതലായ നയങ്ങൾ റിലേറ്റ് ചെയ്തുകൊണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഹൻസ് ജെ മോർഗൻടോൻ്റെ റിയലിസത്തിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് വരുന്നത്. ഹൻസ് ജെ മോർഗൻടോൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പാർട്ട് ഓഫ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഹൻസ് ജെ മോർഗൻടോസ് റിയലിസം? ഏതൊക്കെയാണ്? Politics is rooted in the human nature. Politics is autonomous. National interest is defined in terms of power. Politics is governed by universal moral values. Who coined the term security community?
സോറി അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 4 ഓപ്ഷൻസ് ആണ് പറയുന്നത്. അതിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? പൊളിറ്റിക്സ് ഈസ് ഗവേൺഡ് ബൈ യൂണിവേഴ്സൽ മോറൽ വാല്യൂസ്. അത് തെറ്റാണ് അല്ലേ? 1, 2, 3 ആണ് കറക്റ്റ് ഓപ്ഷൻ. എന്താ? റിയലിസം റിജക്റ്റ് ചെയ്തേക്കാണ്, മോറൽ യൂണിവേഴ്സലിസം ഇൻ പൊളിറ്റിക്സ്. ബാക്കി 3 ഓപ്ഷനാണ് മോർഗൻ ടോണിൻ്റെ റിയലിസത്തിലെ ബേസിക് പ്രിൻസിപ്പിൾസ്. അടുത്തത്, ഹൂ കോയിൻഡ് ദ ടേം സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ആൻസർ? കാറൽ ഡച്ച്. കാറൽ ഡച്ച് ആണ് സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോയിൻ ടേം ചെയ്തത്. എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഡിപ്പെൻഡബിൾ എക്സ്പെക്റ്റേഷൻസ് ഓഫ് പീസ്ഫുൾ ചേഞ്ച്. ഒരു സമാധാനപരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സാമ്പിൾ നമുക്ക് നാറ്റോനെയും യൂറോപ്യൻ യൂണിയനെയൊക്കെ പറയാം. അപ്പോൾ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി എന്ന ടേം ആരാണ് കോയിൻ ചെയ്തത്? കാറൽ ഡച്ച്. ഇനി അടുത്തത്, മാച്ച് ദ UN കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ്സ് വിത്ത് ദെയർ ഇയേഴ്സ്. ലിസ്റ്റ് 1 എന്താ പറയുന്നത്? കൺവെൻഷൻസും ലിസ്റ്റ് 2 ഇയറുമാണ്. ഇതും കറക്റ്റ് ഓർത്ത് പഠിക്കുക. ആ ഇയർ കറക്റ്റായിട്ട് പഠിക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നെക്സ്റ്റ് JRF എക്സാമിനേഷന് ഇയർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. നമുക്ക് ഏത് പാർട്ടിയിൽ നിന്ന് ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കറക്റ്റ് ഓർത്ത് വെക്കുക. യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കറക്റ്റായിട്ട് വരുന്ന ആൻസർ ചെയ്താൽ 10th December 1948. ഇൻ്റർനാഷണൽ കോവനൻ്റ് ഓൺ ഇക്കോണമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്നാണ്? 1966. കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് ചൈൽഡ് 1989. കൺവെൻഷൻസ് ഓൺ ദ റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് 2006. കറക്റ്റിന് പഠിക്കുക, ഓപ്ഷൻസ് തെറ്റിപ്പോകരുത്. അടുത്ത് ഹിയർ ദ കറക്റ്റ് മാച്ചസ് ആൻഡ് ആൻസർ. ഇതും കോൺഫറൻസും എഗ്രിമെൻറ്റും ആണ്. നമ്മൾ ഇത് എപ്പോഴാണ് ഇത് കൂടുതലും IR തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള കോൺഫറൻസസും എഗ്രിമെൻറ്റും ആണ്. ഇതിനകത്ത് നമുക്ക് കറക്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ളത് പറയാം അല്ലേ? ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് 1944. അതിൻ്റെ ആൻസർ എന്താ വരുന്നത്? ബേസിക് സ്ട്രക്ചർ ഓഫ് ദ UN വാസ് ഫൈനലൈസ്ഡ്. UN റിലേറ്റഡ് ചെയ്തിട്ടുള്ളൊരു ആൻസറാണ്, അല്ല കോൺഫറൻസ് ആണ് ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ്. അടുത്തത് ബ്രെട്ടൺ വുഡ്സ് കോൺഫറൻസ് 1944. അതിൻ്റെ ആൻസർ IMF ആൻഡ് വേൾഡ് ബാങ്ക് സെറ്റപ്പ്. യാൽത്ത കോൺഫറൻസ് 1945. ഇതെന്ത് റിലേറ്റഡ്? റീഓർഗനൈസ് പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. പോസ്റ്റ്ഡാം കോൺഫറൻസ് 1945. എസ്റ്റാബ്ലിഷിംഗ് പീസ് ട്രീറ്റീസ് ആൻഡ് എൻഷുറിംഗ് ലോങ് ടേം സ്റ്റെബിലിറ്റി ഇൻ യൂറോപ്പ് ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്. വേൾഡ് വാർ സെക്കൻഡിന് ശേഷമുള്ള പീസ് ട്രീറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് പോസ്റ്റ്ഡാം കോൺഫറൻസ് 1945. ഡംബാർട്ടൺ ഓക്സ് കോൺഫറൻസ് എന്ത് റിലേറ്റഡ് ആയിരുന്നു? UN. ബ്രെട്ടൺ വുഡ് കോൺഫറൻസ് IMFും വേൾഡ് ബാങ്കിനെയും സെറ്റപ്പ് ചെയ്തതാണ്. യാൽത്ത കോൺഫറൻസ് പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡിനെ റീഓർഗനൈസ് ചെയ്തു. പോസ്റ്റ്ഡാം കോൺഫറൻസ് വേൾഡ് വാറിന് ശേഷം പീസ് ട്രീറ്റീനെ എസ്റ്റാബ്ലിഷ് ചെയ്തു യൂറോപ്പിൽ. അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. ന്യൂ നെയിം ഓഫ് ബ്രിക്സ് ബാങ്ക് ഈസ് എന്തൊക്കെയാണ്? ഇതിനകത്ത് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, RCEP ബാങ്ക്. കറക്റ്റ് ഓപ്ഷൻ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇത് ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. കറക്റ്റായിട്ട് നോട്ട്സുകൾ നോക്കുക, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, കറക്റ്റ് ഇയറും കാര്യങ്ങളും ഓർത്ത് വെക്കുക. നമുക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകണം എല്ലാവരും. സോ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ, നിങ്ങൾ PDF ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ചോദിക്കാവുന്നതാണ്. എല്ലാവരും കറക്റ്റിന് തന്നെ ആൻസേഴ്സ് ക്ലിയർ ആയിട്ട് തന്നെ പഠിച്ചു പോകുക. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമുക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെ കുറേ ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.